എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള അപേക്ഷകൾ ഇന്ന് അവസാനിക്കും. ഇതുവരെ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കാതിരുന്ന വിദ്യാർത്ഥികൾ ഇന്ന് വൈകിട്ട് 5 മണിക്കകം വിദ്യാർത്ഥികളുടെ അപേക്ഷകൾ നൽകാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഇന്ന് വൈകിട്ട് 5 മണി വരെ ആയിരുന്നു ഈ ഒരു സമയം നിലവിൽ നീട്ടിയിട്ടുള്ളത്. അപ്പോൾ ട്രയൽ അലോട്ട്മെൻറ്റ് റിസൾട്ടുകൾ ഏകദേശം 2 ദിവസത്തിനുള്ളിൽ തന്നെ പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. ട്രയൽ അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ വിദ്യാർത്ഥികളെ ആ ഒരു വിവരം അറിയിക്കുന്നതാണ്. അപ്പോൾ നിലവിൽ ഈ ഒരു വെബ്സൈറ്റിൽ ഷെഡ്യൂൾ വന്നിട്ടില്ല. ഷെഡ്യൂൾ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് എപ്പോഴാണ് ഓരോ അലോട്ട്മെൻറ്റ് വരുന്നത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നു. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അതായത് MG യൂണിവേഴ്സിറ്റി ഒക്കെ ആണെങ്കിൽ ഏകദേശം അതിൻ്റെ ഷെഡ്യൂളൊക്കെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഷെഡ്യൂൾ നിലവിൽ ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ ട്രയൽ അലോട്ട്മെൻറ്റ് ഏകദേശം 2 ദിവസത്തിനുള്ളിലാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, അപേക്ഷയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ നിങ്ങൾക്ക് വരുത്താനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് വൈകുന്നേരം 5 മണി വരെ ആ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. അപ്പോൾ അപേക്ഷയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനുണ്ടെങ്കിൽ ഈ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് അപ്ലൈ നൗ എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ക്ലിക്ക് ചെയ്ത ശേഷം വിദ്യാർത്ഥികൾക്ക് ഇവിടെ നിങ്ങൾക്ക് താഴെ ജസ്റ്റ് ആ ഒരു കോഴ്സുമായി ബന്ധപ്പെട്ടുള്ള ചെറിയൊരു വിവരണം വീഡിയോ നൽകിയിട്ടുണ്ട്. അതുപോലെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് അപേക്ഷിക്കാനായിട്ട് ഹൗ ടു അപ്ലൈ ഓൺലൈൻ എന്ന് പറഞ്ഞുള്ള PDF കൊടുത്തിട്ടുണ്ട്. അതിൽ കറക്റ്റായിട്ട് എങ്ങനെ അപ്ലൈ ചെയ്യാമെന്നുള്ളതിൻ്റെ സ്ക്രീൻഷോട്ട് സഹിതമാണ് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് എത്ര രൂപയാണ് ഫീസ്, അതുപോലെ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അവിടെ അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഈ ഒരു പേജിലേക്ക് വരിക. അതിനുശേഷം ഈ ഒരു പേജ് കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങളുടെ എൻ്റർ ക്യാപ്പ് ID ചോദിക്കുന്നുണ്ട്. ക്യാപ്പ് ID അതുപോലെ തന്നെ നിങ്ങളുടെ സെക്യൂരിറ്റി കീ എന്നിവ നൽകി നിങ്ങൾ ചെയ്യേണ്ടത് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത ശേഷം പിന്നീട് വരുന്ന പേജിൽ നിങ്ങൾക്ക് കുറേ ബോക്സ് പോലെ ജസ്റ്റ് കാണാൻ സാധിക്കും. അതായത് ഇതുപോലെ ജസ്റ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതുപോലെ നിങ്ങൾ നോക്കുന്ന സമയത്ത് അതിൽ അൺലോക്ക് ഓർ എഡിറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്കൊരു ഓപ്ഷൻ കാണാം. അതായത് അൺലോക്ക് ഓർ എഡിറ്റ് എന്ന് പറഞ്ഞുകൊണ്ടൊരു ഓപ്ഷൻ കാണാം. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം വിദ്യാർത്ഥികളോട് സെക്യൂരിറ്റി കീ ചോദിക്കും. അപ്പോൾ നിങ്ങൾ ഇവിടെ ലോഗിൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ച സെക്യൂരിറ്റി കീ തന്നെയാണ് നൽകേണ്ടത്. അത് നിങ്ങൾക്ക് മൊബൈൽ ഫോണിലേക്ക് SMS ആയിട്ട് വന്നിട്ടുണ്ടായിരിക്കും അപേക്ഷ നൽകുന്ന സമയത്ത്. അപ്പോൾ അത് കറക്റ്റായിട്ട് നൽകുക. അതിനുശേഷം നിങ്ങൾ സബ്മിറ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് അപേക്ഷ എഡിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എഡിറ്റ് ചെയ്ത ശേഷം വിദ്യാർത്ഥികൾ അത് ഫൈനൽ കൺഫർമേഷൻ ചെയ്യുകയും അതുപോലെ തന്നെ പുതിയ അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ട് നിങ്ങൾ എടുക്കുകയും ചെയ്യേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ആ ഒരു രീതിയിൽ നിങ്ങളുടെ അപേക്ഷ എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് വൈകിട്ട് 5 മണി വരെയാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കുക. ട്രയൽ അലോട്ട്മെൻറ്റിന് ശേഷം വിദ്യാർത്ഥികൾക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അപേക്ഷ എഡിറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിന് ഫീസ് നൽകേണ്ടി വരികയോ ഇല്ലയോ എന്നുള്ള കാര്യം ഇപ്പോൾ ആ ഒരു കാര്യവുമായി ബന്ധപ്പെട്ടുള്ള ആ ഒരു നിർദ്ദേശങ്ങളൊന്നും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, അപേക്ഷയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഇന്ന് വൈകിട്ട് 5 മണിക്കാം ആ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഇതുവരെ അപേക്ഷ നൽകാൻ സാധിക്കാതിരുന്ന വിദ്യാർത്ഥികൾ ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു അപേക്ഷയുടെ ബാക്കി ഡീറ്റെയിൽസ്, അത് ഇവിടെ നിങ്ങളുടെ ആ ഒരു ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കും. അത് നിങ്ങൾ കറക്റ്റായിട്ട് നൽകുകയും അതിനുശേഷം രജിസ്റ്റർ ചെയ്യുകയും ചെയ്യേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.